ഫ്രണ്ട്സ്, അപ്പോ നിങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് അടുപ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോയാണിത്. സംഭവം ഞാൻ കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ടുണ്ട്, സോ സോറി. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൽ കുറെ സ്പേസ് ഉള്ള കാരണം ആണ് കുറച്ച് ലാഗ് ആയത്. എന്താ പറയാ, സോറി പറയാണ് ആദ്യം തന്നെ. അപ്പോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ പറഞ്ഞുകൊണ്ടായിരിക്കണം. കാരണം എന്റെ ഈ 14 വർഷത്തെ എന്റെ LKG തൊട്ട് +2 വരെയുള്ള ലൈഫില് എനിക്ക് വിട്ടു പോകരുത്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇനിയും കുറെ കാലം ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഞങ്ങളുടെ 4 പേരുടെ. നമ്മൾ 4 പേരും കൂടിയത്. സംഭവം കുറെ ആൾക്കാർ പറയും തമിഴ്നാട് കൂടി കഴിഞ്ഞാൽ ഫുള്ള് കുശുമ്പും കുന്നായ്മ ആ സംഭവമാണ്. ബട്ട് റിയൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് വാസ് സോ അടിപൊളിയാണ്. സംഭവം ഞാൻ 5th തൊട്ട് ഗേൾസ് ഓൺലിയിൽ പഠിക്കുന്നതാണ്. കുറെ ടൈപ്പ് ഓഫ് പിള്ളേരെ കാണുന്നതാണ്. ബട്ട് നമ്മൾ 4 പേര് ആയപ്പോ ഞങ്ങൾക്ക് എന്തോ, നമ്മൾ അവിടെ നമ്മുടെ ഏരിയ ആയിരുന്നു. എന്തായാലും എന്ത് വന്നാലും എന്ത് ചളി പറഞ്ഞാലും ഒക്കെ ഇത്തരം കൂടെ നിന്ന് 4 എണ്ണവും ചിരിക്കും. ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് കാര്യപ്പെട്ട സംസാര വിഷയങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ അപ്പോ ചിരിയായി ബഹളായി. പിന്നെ ഇവരെ പറ്റി ഓരോരുത്തരെ പറ്റി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സായനെ പറ്റി പറയാനാ വെച്ചാൽ, സായനെ എനിക്ക് 5th തൊട്ട് അറിയാം. 5th എന്ന് വെച്ചാല് നമ്മള് 1 to 4th ഒരു ഇതിലാണ്. 5th ഗേൾസ് ഓണിലേക്ക് വരണേ. സായ അതേ അങ്ങനെ തന്നെ. ബട്ട് അപ്പുറത്തെ വേറൊരു ഭാഗമുണ്ട്, ICSE CBSE പോലെ. ഞാൻ സ്റ്റേറ്റ് രീതിയിലുള്ള ഒരു സ്കൂളിലാണ്. അപ്പുറത്തെ ICSE സേക്രഡ് ആർട്സിന്റെ തന്നെ അവിടെ നിന്നാണ് സായ വരുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി 5th ഒരു ക്ലാസ്സിലായിരുന്നു. അങ്ങനെ സായൊക്കെ ആയിട്ട് കമ്പനിയാണ്, ഞാൻ നല്ല രീതിക്ക് കമ്പനിയാണ്. പിന്നെ 5th നമ്മൾ ഒരുമിച്ചായിരുന്നു. 6th വേറെ ക്ലാസ്സിലായി. പിന്നെ 7th കൊറോണ വന്ന് അങ്ങനെ വന്ന്. പിന്നെ 8th എന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സാണ് സായയുടെ. അപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ ക്ലാസ്സിൽ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സായയുടെ ക്ലാസ്സിലാണ്. ഞാൻ ഫുൾ ടൈം സായയുടെ ക്ലാസ്സിലായിരുന്നു. കാരണം എനിക്കറിയണവരൊക്കെ അപ്പുറത്താണ്. ഫുഡ് കഴിക്കാൻ അവിടെ ചെന്നിരിക്കുന്നു. ക്ലാസ് ഉള്ള സമയത്തും ഞാൻ ഒരു വട്ടം ഇതുപോലെ ക്ലാസ്സിന് അവിടെ ചെന്നിരുന്ന് ഒരു പീരീഡ് ഫുള്ള് അവിടെ ഇരുന്ന് ക്ലാസ് കണ്ടിട്ടുണ്ട്. സായയുടെ കൂടെയാ തോന്നിട്ട് ഇരുന്നത്. സായയുടെ ബെഞ്ചിലിരുന്ന് ഞാൻ ക്ലാസ് കണ്ടിട്ടുള്ള ഒരാളാണ്. അത് അന്ന് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. അത് അറിഞ്ഞിണ്ടാവില്ല. കാരണം അന്ന് മറ്റേ മാസ്കും കാര്യങ്ങളൊക്കെ ഇല്ല, പിള്ളേരെ തിരിച്ചറിയുന്നില്ലല്ലോ. അങ്ങനെ ഇരുന്ന ഇതാണ് സായയായിട്ട്. അത് കഴിഞ്ഞ് 9th കഴിഞ്ഞ് 10th അവള് വേറെ ക്ലാസ്സിലായിരുന്നു. ബട്ട് നമ്മള് കലോത്സവം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോ സായ എപ്പോഴും പുറത്തുണ്ടാവും, ഞാൻ എപ്പോഴും പുറത്തുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ കണക്ട് ആവാറുണ്ട്. നമ്മള് കുറെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. കുറെ മറ്റേ KCSL മത്സരം അതിനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ സായനെ അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. ഇനി അടുത്തത് അനൻസിയ ചെറുപ്പം മുതലേ എന്റെ പള്ളിയിൽ ഉള്ളതാണ്. ബട്ട് എനിക്ക് ആ കുട്ടിയെ അറിയുന്നുണ്ടായിരുന്നില്ല. സംഭവം വരും, കാറ്റിസത്തിന് വരും, ഞാൻ കാറ്റിസത്തിന് പോവും. അത് കഴിഞ്ഞ് പള്ളിയിൽ കുർബാന കഴിഞ്ഞാൽ നമ്മളെല്ലാരും വീട്ടിൽ പോകും. അങ്ങനെ സംസാരിക്കാനോ അങ്ങനെ അധികം നിന്നിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഞാൻ അധികം സംസാരിച്ചിട്ടില്ല, അവളും എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. അവള് ഹോളി ഫാമിലി സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 നമ്മുടെ സ്കൂളിലേക്ക് വന്നത്. അപ്പോ എനിക്ക് അതായത് നമ്മൾ ഈ കൊറോണ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയപ്പോഴാണ് ഇത്രയും കൂടി ഫ്രണ്ട്ഷിപ്പ് ഗാങ്, അവിടെ ഒരു ഗാങ് ആയത്. അവിടെ ഒരു 4-5 പേരായിട്ട് നല്ല ഫ്രണ്ട്സ് ആയതും പെമ്പിള്ളാരായിട്ട് അടിപൊളിയായിട്ട് പോകുന്നതൊക്കെ പള്ളിയില് അങ്ങനെയാണ് അനൻസിയനെ ഇത്തിരി കൂടി കമ്പനി ആവുന്നതും അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നതും. പിന്നെ എല്ലാ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും രാവിലെ നമ്മൾ ഒരേ ബസ്സിലായിരുന്നു പോയിരുന്നത്. അങ്ങനെയാണ് അനൻസിയനെ. അപ്പൊ ഫസ്റ്റ് ഡേ വന്നപ്പോ അനൻസിയും ഞാനും ഒരുമിച്ച് പോയ സമയത്ത് സായും ഒരുമിച്ച്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് കയറിയത്. അപ്പൊ ലാസ്റ്റ് ഓൾറെഡി ഫ്രണ്ടിലൊക്കെ ഫില്ലായി. അപ്പൊ ലാസ്റ്റ് ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മുടെ സീനിയർ ചേച്ചിമാരെ നമുക്ക് ബെഞ്ചൊക്കെ ഇട്ടന്നു. അങ്ങനെയാണ് അനൻസിയും സായും ഞാനും കൂടി കണ്ടുമുട്ടിയ ഫസ്റ്റ് തിങ്. ഇനി നിവേദിതേനെ നിബ് എന്നാണ് വിളിക്കണേ. അപ്പൊ നിബ് എന്നുള്ള വാക്കുകളാവും നിങ്ങൾ കൂടുതൽ കേൾക്കാൻ ചാൻസ്. അപ്പൊ നിബിനെ ആദ്യം കണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് ഫസ്റ്റ് ഡേ ഈ ഫ്രഷേഴ്സ്, അതായത് പിള്ളേരെ +1 വരുന്ന പിള്ളേരെ എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം പാട്ട് പാടിയത് നിബായിരുന്നു. നിബ ആദ്യം തന്നെ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പാട്ട് പാടി. അത് ഏതോ പാട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതോ ഒരു പാട്ട് പാടി, ഏതോ പാട്ട് ഓർമ്മയില്ല. ആ പാട്ട് പാടിയപ്പോ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കൂല്ലോ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ വേറൊരാൾ കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് കേട്ടാ ഞങ്ങളുടെ ചേച്ചിമാര് ഓളിയിടാത്ത സമയങ്ങളില്ല. ഓളിയും കൈയടിയും മസ്റ്റാണ് ഞങ്ങളുടെ ചേച്ചിമാരുടെ.
അപ്പോ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞ പോളിട്ടു. അപ്പൊ എന്നിട്ട് ഇവള് പാട്ട് പാടി. അപ്പൊ ഞാൻ ഇവളെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഡേ വന്ന് ഇങ്ങനെ, അതായത് ഫുൾ സ്റ്റേജിൽ എല്ലാ പിള്ളേരും ഇരിക്കുന്നു, അങ്ങനെ വന്ന് പാട്ട് പാടിയോണ്ട് ഞാൻ അവൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് കണ്ടു. ബട്ട് അന്ന് ഫസ്റ്റ് ഡേ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഏതോ ഒരു ദിവസം ഇങ്ങനെ എന്താ പറയാ, അവളുടെ വീട് പാലക്കാട് പട്ടാമ്പിയിലാണ്. സോ അവള് അവിടുന്ന് ഇങ്ങ് വരെ താണ്ടിയിട്ടാണ് സേക്രഡ് ആർട്സിൽ പഠിക്കാൻ വന്നേക്കണത്. അപ്പോ അത് ഞാൻ അറിയുന്നത് ഒരു 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞപ്പോ നമ്മളൊക്കെ സീറ്റ് മാറ്റി ഇരുത്തി. അപ്പൊ നിവ് എന്റെ ബാക്കിലത്തെ സീറ്റിലാണ് വന്നത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് റാൻഡംലി പരിചയപ്പെടുന്നത്. നിവിന്റെ വീട് എവിടെയാ, സ്ഥലം എവിടെയാ ചോദിച്ചു. പറഞ്ഞു ഞാൻ പാലക്കാട് പട്ടാമ്പിയിലാ. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് വയ്യ നിവ്, നീ എന്തിനാ അവിടുന്ന് ഇവിടെ വരെ വന്ന് പഠിച്ചത്, നിനക്ക് എന്താ തലക്കാസുഖില്ലെന്ന് സീരിയസ്ലി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബട്ട് എന്താ പറയാ, ചില കാര്യങ്ങള് അങ്ങനെയാണ് മുകളിലിരിക്കുന്ന ആള് വിചാരിച്ചിരിക്കുന്നത്. കാരണം നിവ് ഇവിടെ വന്ന് പഠിക്കുന്നു, നിവിനെ പോലെ ഉള്ള ഒരാളെ കണ്ടുമുട്ടുന്നൊന്നും ഞാൻ പ്രഡിക്ട് ചെയ്തിട്ടില്ല സത്യമായിട്ടും. നമ്മുടെ ഈ 4 പേരുടെ ഫ്രണ്ട്ഷിപ്പോ ഒന്നും വിചാരിച്ചിട്ടില്ല. ലൈക്ക് കൂടെ ഉള്ളവരുണ്ടാവും, കാരണം 10th വരെ നമ്മൾ അവിടെയാണ്, സെയിം സ്കൂളിൽ നിന്ന് സെയിം ആൾക്കാർ കയറി വരുന്ന അറിയാം. അപ്പൊ അവരൊക്കെ ആയിട്ട് ബട്ട് നിവ് എങ്ങനെയാ വന്നത് ഞങ്ങൾക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ നിവ് എന്റെ ഇതിലേക്ക് വന്നു, ലൈക്ക് എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ അവളെ ഓരോരുത്തരും നോക്കിയിരിക്കുക, കാരണം എനിക്ക് കുറെ എണ്ണത്തിന് അറിയാം. കാരണം നമ്മുടെ സ്കൂളിൽ മുന്നുണ്ടായിരുന്നവർ തന്നെയാണ് തിരിച്ചു കയറി വന്നേക്കാം, പ്ലസ് 1ലേക്ക് വന്നേക്കണം. അപ്പൊ എനിക്കൊരു ഇത് എല്ലാത്തിനെയും അറിയാം. ഞാൻ അവളങ്ങനെയാണ് ഇവളെങ്ങനെയാണ്, സൂക്ഷിക്കണം, എല്ലാവരും വന്ന് മിണ്ടാനൊക്കെ നോക്കും, മിണ്ടിക്കോ, സൂക്ഷിച്ച് മാത്രം സംസാരിക്കാം, കയ്യിൽ നിന്ന് പോവാണ്ട് വർത്താനം പറയാ എന്നൊക്കെ ഞാനിങ്ങനെ കുറെ ഇതൊക്കെ കൊടുത്തു, അഡ്വൈസ് ഒക്കെ കൊടുത്തു. ഇനിയിപ്പൊ നീ സൂക്ഷിച്ചോളൂ, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് ഓരോരുത്തരെ അറിയാലോ. അപ്പൊ അങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ഇവരൊക്കെ നല്ലോണം അറിയാല്ലേ എന്ന് നിബന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ മുന്നും കുറച്ചധികം നന്നായിട്ട് അറിയാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നിബിനാണ്ടകണേ. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ജൂണിലോ ജൂലൈയിലോ എന്തോ കർമ്മല മാതാവിന്റെ ഒരു പ്രോഗ്രാം വന്നിരുന്നു. ആ പ്രോഗ്രാമിന്റെ സമയത്താണ് ഞാനും നിബ് ഇത്തിരി കൂടി കൂടുതൽ കണക്ട് ആവുന്നതും നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് അന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റില് പിന്നെ എപ്പോഴാ നിവിന്റെ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേ ആദ്യമായിരുന്നു ഓഗസ്റ്റ് 21. ഓഗസ്റ്റ് 29 നിവിന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ അന്നാണ് ആദ്യമായിട്ട് ഐ തിങ്ക് ഐസ് പോട്ട് തിന്നാൻ ക്ലാസ്സിൽ ഇത്രയും കൂടി കുറച്ച് പേരൊക്കെ ആയിട്ട് നമ്മൾ കമ്പനിയായി. അങ്ങനെ ഞങ്ങൾ ഐസ് പോട്ടിൽ പോയി ഐസ്ക്രീം കഴിക്കാൻ പോയി. അപ്പോഴാണ് പിന്നെയും നമ്മൾ 4 പേര് കണക്ട് ആവുന്നതും. എന്താ പറയാ, ഞങ്ങൾ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ ഇതിൽ കാണണം. ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഐസ് പോട്ട് കഴിക്കാൻ പോയിട്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ശക്തനെന്നാണ് ബസ്, നമുക്ക് പാറമേക്കാവ് മെയിൻ സ്റ്റാൻഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മള് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അവരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. അതാ തോന്നുന്നു ഞങ്ങളുടെ ആദ്യത്തെ, ഞങ്ങള് 4 പേരായിട്ട് തിരിയാൻ മീൻസ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ്ലി ഇങ്ങനെ 4 പേരായത് അപ്പോഴാണ്. 4 പേരുടെ ഫോട്ടോ, യെസ് ഇതാണ് ഞങ്ങളുടെ 4 പേരെടുത്ത ആദ്യത്തെ ഫോട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നല്ല രീതിക്ക് കണക്ട് ആയി. ഞങ്ങള് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ചിരി ബഹളാണ്. എന്തെങ്കിലും വർത്താനം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തീരില്ല, പിന്നെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ ഓണം വന്നു. ഓണത്തിന്റെ സമയത്ത് ഈ പൂക്കളം കാണാൻ പോണ ഒരു ഇതുണ്ട്, അത്തപ്പൂക്കളം ഫസ്റ്റ് ഡേ ഇടുള്ളൂ. അങ്ങനെ വടക്കുന്നാഥന്റെ മുമ്പേക്ക് പോയപ്പോ സായയുടെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെ, ഇത് ഞങ്ങള് അവിടുന്ന് എടുത്ത ഫോട്ടോസ് ആണ്. അങ്ങനെ ഓണത്തിന് സായും അനൻസിയും ഉണ്ടായിരുന്നില്ല. ഞാനും ഇവ 2024 ഓണം, അതായത് പ്ലസ് 1 ഓണം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെക്കേഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓണത്തിന്റെ വെക്കേഷന്റെ സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ബിനിയിലേക്ക് പോയതാണ്. അതിന്റെ ഫോട്ടോ ആണ് ഇത്. ഇങ്ങനെ കുറെ ഉണ്ട്, ഘോരം കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഡിസംബറിൽ നമ്മള് എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ക്രിസ്മസ് സെലിബ്രേഷൻ, അതിന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, നമ്മള് 4 പേരുണ്ടായിരുന്നു. സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങള് ശോഭയിലേക്ക് പോയി. ശോഭയിൽ പോയത് വൻ കോമഡി ആയിരുന്നു. ഞങ്ങള് ഫുള്ള് ഇവിടുന്ന് അവിടെ ശോഭ വരെ കുറച്ച് നടക്കാനുണ്ടല്ലോ, ബസ് ഇറങ്ങിട്ട് നടക്കാണ്ട് കോമഡി അടിച്ച് ബോധമില്ലാണ്ട് അവിടം വരെ എത്തി. ഞങ്ങൾക്ക് ഈ എന്താ പറയാ, വെള്ളം കുടിച്ച് തലക്ക് കിറിങ്ങി നടക്കണ പിള്ളേരെന്ന് പറയില്ല, അതുപോലെയാണ് എക്സാക്ട്ലി. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വിവരക്കേട് പറഞ്ഞ് 4 എണ്ണം ബെസ്റ്റാണ് വിവരക്കേട് പറയാനായിട്ട്. അങ്ങനെ വിവരക്കേടുകൾ അൺലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കുറെ പരിപാടികൾ, ഇഷ്ടംപോലെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. +1 കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഒരുമിച്ചാവുമായിരുന്നു. പിന്നെ ഞാനും നിവും സായും +1 ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. ഞങ്ങൾക്ക് കലോത്സവത്തിന്റെ പരിപാടിക്ക് എപ്പോഴും ഞങ്ങൾ പുറത്താവും. പിന്നെ അനൻസിയാണ് അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നേക്കണം. നമ്മള് 3 പേരും ക്ലാസ്സിൽ ഉണ്ടാവാറേ ഇല്ല. ഞങ്ങൾ എപ്പോഴും പുറത്തായിരുന്നു. ഞങ്ങൾ ആകെ കുറച്ച് പീരീഡ് മാത്രം ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ പീരീഡും ഞങ്ങൾ പുറത്താവും. കലോത്സവത്തിന്റെ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് പീരീഡ് തന്നെ ഇറങ്ങും. സംഭവം ദേശഭക്തി ഞാൻ ആകെ 5 മിനിറ്റ് ഉള്ളൂ. ബട്ട് നമ്മൾ ദിവസത്തിൽ 2 or 3 തവണ പാടുമെങ്കിലും നമ്മൾ രാവിലെ ഇറങ്ങി രാത്രി വരെ നമ്മൾ പുറത്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ഇത്. അങ്ങനെ ഞങ്ങള് എന്താ പറയാ ഇത് ഈ കലോത്സവത്തിന്റെ പരിപാടിയായിട്ട് കുറെ ഇതായിട്ടുണ്ട്. പിന്നെ കലോത്സവം കാണാൻ പോക്കായി. നിവിന്റെ പ്രോഗ്രാം ഉള്ള ദിവസം അങ്ങോട്ട് പോവാ, നമ്മുടെ പ്രോഗ്രാം ഉള്ള ദിവസം ഇങ്ങോട്ട് വരാം, അങ്ങനെയൊക്കെയായി. അങ്ങനെ ഞങ്ങൾ എവിടേക്കോ ഞങ്ങൾ 4 പേരും കണക്ട് ആയി നല്ലോണം. അത് കഴിഞ്ഞ് പിന്നെ +1 ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് സെയിം മാർക്സ് ആയിരുന്നു. എത്രയാ എല്ലാവർക്കും 5A+ ഒരേ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക്, നിബിനും എനിക്കും അനൻസിയക്കും കെമിസ്ട്രിയിലെ, സായിക്ക് ഫിസിക്സിലെ, അങ്ങനെയായിരുന്നു +1. അപ്പൊ +1 ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾ ഫുള്ള് കളി, ചിരി, ബഹളം, ക്ലാസ്സും കേൾക്കില്ല, ഫുൾ ടൈം പുറത്ത്, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ +1. അപ്പൊ ടീച്ചർമാരും വിചാരിച്ചില്ല നമുക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോ അതിന്റെ ഇടയ്ക്ക് കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്നെ +1 +2 കുറെ എന്നെ എന്താ പറയാ നമ്മളെ തളർത്താൻ നോക്കുന്ന കുറെ ഫേസുകള് എന്റെ മുന്നിലേക്ക് കടന്നു വന്ന വർഷമായിരുന്നു +1 +2. അപ്പോഴൊക്കെ എന്നെ പിടിച്ചു നിർത്തി, ജ്വലിനെ കുഴപ്പമില്ല, അവരെന്തേലും പറഞ്ഞോട്ടെ, നീ അത് എന്തിനാ കാര്യാക്കി എടുക്കണം. ഞാൻ നെവർ മൈൻഡ് കളിച്ച് വിടാറുള്ള ഒരാളാണ്. ബട്ട് ഭയങ്കര സിവിയർ ആയിട്ട് വരുമ്പോ എനിക്കത് ഒട്ടും പറ്റാണ്ടാവും. അപ്പൊ ഞാൻ എന്റെ മുഖം പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് വർത്താനം പറയുന്ന ആയോണ്ട് എനി ടൈം ഞാൻ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. എന്റെ സൗണ്ട് മാറിയാലോ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്തിനത് കാര്യാക്കണ്ട, അവർക്ക് ബോധമില്ലാന്ന് അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ ചൊല്ല കാര്യാക്കേണ്ട ആവശ്യം. ഇങ്ങനെ എന്നെ ഈ 2 വർഷത്തില് എന്നെ കുറെ ഓക്കെ ആക്കാൻ നോക്കിയിട്ടുള്ളതാണ് ഇവര് 3 പേര്. പിന്നെ എനിക്ക് ഇവര് മാത്രമല്ല വേറെ 2 ഗാങ്ങും കൂടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എന്താ പറയാ റീല് ഷൂട്ട് ചെയ്തതാട്ടോ. ചീത്തയാണ്, കളിക്കണ്ടത്. അപ്പൊ ഇതായിരുന്നു നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത റീൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കുറെ ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ 4 പേരും കളിക്കുന്നതും, നമ്മൾ 4 പേരും ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടു. അതായത് തലേദിവസം പറഞ്ഞിട്ട് നമ്മൾ തലേദിവസം റെഡിയാക്കുന്ന ഡാൻസ് ഒക്കെ, എന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല. ലിറ്റററി ഡേക്ക് എന്തോ കാണിച്ചിരിക്കും. ഞാൻ വീഡിയോ കാണിച്ചു തരാം. മൊത്തത്തിൽ തെറ്റാ കളിക്കണേ, ബട്ട് കളിക്കുന്നുണ്ട് എന്തൊക്കെയോ. പിന്നെ ലാസ്റ്റ് നമ്മൾ മിസ്സിനെ നമ്മൾ വിളിക്കണം. ഇതാണ് ഞങ്ങളുടെ ലിൻസി മിസ്. ഇതൊക്കെ കാണുമ്പോ ശരിക്കും എനിക്ക് വിഷമം വരാണ്ട് വെച്ചാല് ഈ പരിപാടിക്കൊക്കെ ഞങ്ങള് കുറെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തലേദിവസം വന്നിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ പരിപാടിയും തലേദിവസമാണ് റെഡിയാക്കാം. അതിപ്പോ ഈവൻ ഓണത്തിന്റെ പരിപാടിയാണെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് തലേദിവസം പറഞ്ഞാലും നമ്മൾ റെഡിയാക്കുന്നുള്ള ഒരു സാധനമുണ്ട്. അങ്ങനെ കുറെ പരിപാടികൾക്ക് ശരിക്കും പ്രിൻസിപ്പളുടെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മുന്നിലാണെങ്കിലും ഇങ്ങനെ കുറെ നിന്നിട്ടുണ്ട്. കാരണം ഈ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കളിക്കാൻ വേണ്ടി ഞങ്ങൾ കെഞ്ചി കാല് പിടിക്കാത്ത പരിപാടികളില്ല. കാരണം ഞങ്ങൾ 7 GF വരെയാണുള്ളത്. അപ്പൊ ഈ F വരെയുള്ള ക്ലാസ്സുകാർക്ക് നമുക്കൊരു 3 മിനിറ്റ് എങ്കിലും കിട്ടണ്ട്. ഫ്രഷേഴ്സ് ഡേക്ക് ഇതുപോലെ ഫ്രഷേഴ്സ് ഡേക്ക് കളിച്ച
ഞങ്ങൾക്കൊരു 3-4 മിനിറ്റ്സ് ആണ് കിട്ടണത്. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കളിച്ച ഡാൻസ് ആണ് ഇത്. ഇത് ഇത് നമ്മുടെ ഫെയർവെല്ലിന്റെ ആണെന്ന് തോന്നുന്നു. ഫെയർവെല്ലിന്റെ ആണ്. ഫെബ്രുവരി 12th. യെസ്. തലേദിവസമായിട്ടാണ് ഇന്ന് പഠിക്കണം. നിങ്ങളത് ആലോചിക്കണം. തലേദിവസമാണ് ഞങ്ങൾ ഈ ഡാൻസ് മുഴുവൻ പഠിക്കണത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പിറ്റേ ദിവസം കളിക്കാൻ പറയും. അതാണ് നമ്മുടെ സ്കൂൾ. അടിപൊളി സ്കൂളാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതില് പിന്നെ നമ്മുടെ അടുത്ത ശരിക്കും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ സെർച്ച് ചെയ്തപ്പോ എനിക്ക് ശരിക്കും വിഷമമായി ഇതൊക്കെ കണ്ടപ്പോ. സത്യമായിട്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ ഗൈസ് സോറി. അയ്യോ ഇതില് ട്രെൻഡ് ആയത് ഞങ്ങളുടെ ജാൻമണിയുടെ ഡാൻസ് ആയിരുന്നു. കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ജാൻമണിയുടെ ഡാൻസ് വരാം. അന്നത് ട്രെൻഡ് ആയിരുന്നു. മറ്റേ കാണാൻ നെയ്റ്റാ. അയ്യോ ഇതിലാ ഡാൻസ് ഇല്ലയോ? ഓ ഗൈസ് സോ സോറി. ജാൻമണിയുടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് റീലില് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഞങ്ങൾ അന്ന് ഇട്ട സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രഷേഴ്സ് ഡേക്ക് ഇതുപോലെ കുറെ സീൻ, അതായത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ കാലിക്കട്ട് പോയിക്കായിരുന്നു. അപ്പൊ ഈ ലിറ്റററി ഡേക്ക് ഞാൻ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മറ്റേ ഏതാ ചോക്ലേറ്റ് സിനിമയിലത്തെ സീനായിരുന്നു. അപ്പോ അത് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെ ചെയ്തോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഓഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ വേറെ കുറെ പേർക്ക് വേറെ കുറെ ഐഡിയാസ്. സംഭവം നമ്മുടെ ക്ലാസ്സില് നമ്മളെ ആക്റ്റീവായി നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോ നമ്മളെല്ലാ പരിപാടിക്കും ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ അടുത്ത് വരും. ലൈക്ക് എന്താ പറയാ, ഞാൻ ക്ലാസ് റെപ്പും കൂടെ ആയിരുന്നു. അപ്പോ എനിക്ക് എന്റെ അടുത്താണ് പറയാ. അപ്പോ നമ്മുടെ അടുത്ത് തലേ ദിവസം പറയുമ്പോ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് റെഡിയാക്കാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടാണ് ഇത്രയും കൂടി ഇതായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പറയുമ്പോ അങ്ങനെ പിന്നെ ഇതൊന്നു നമ്മൾ മാത്രമായി പരിപാടികൾ അവതരിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാ പിന്നെ എല്ലാവരും ചെയ്യാം. അങ്ങനെ വന്ന് ഈ ഫ്രഷേഴ്സ് ഡേക്ക് എല്ലാവരും കൂടി ചെയ്യട്ടെ എന്നുള്ളൊരിതായി. അങ്ങനെ പിന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ഞാൻ നാട്ടിലും ഉണ്ടായിരുന്നില്ല, എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. പിന്നെ ആകെ 3-4 മിനിറ്റിൽ എല്ലാം ചെയ്യും വേണം. അങ്ങനെ കുറെ സംഭവങ്ങളായിട്ട് അവരൊക്കെ ഡീൽ ചെയ്ത് അങ്ങനെ തീർത്തു. പിന്നെ കുറെ എന്താ പറയാ, കുറെ കാര്യങ്ങള് ട്രിപ്പിന് പോയപ്പോ, ട്രിപ്പിന് ഒരു വലിയ ലോങ് വീഡിയോ ചെയ്യാൻ പാകത്തിനുള്ള കണ്ടന്റ് ഉണ്ട്. കാരണം അത് ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. നിവ് ഓണത്തിനെങ്ങാണ്ട് നാട്ടിൽ വരുമ്പോ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് റിയാക്ട് ചെയ്യണം, വീഡിയോ ചെയ്ത്. ശരിക്കും നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ഞങ്ങൾക്ക് തലയ്ക്ക് വയ്യാത്തവരെ പോലെയായിരുന്നു അന്ന് ആ 2 ദിവസം. സംഭവം 2 ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾക്ക് മെമ്മറബിൾ. ഞങ്ങളുടെ ക്ലാസ്സിൽ കുറെ പേരുണ്ടായിരുന്നു, വന്നിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. വണ്ടി കയറി അപ്പൊ തന്നെ ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങുക. എന്താ ഞങ്ങളൊക്കെ പറയണ്ടേ? ഞങ്ങൾക്ക് വെച്ചാൽ എന്തായാലും ട്രിപ്പിന് വന്നു, ആകെ 2 ദിവസമുള്ളൂ. എൻജോയ് ചെയ്യണതിന്റെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോവാൻ നിൽക്കുമ്പോ ഇവിടെ കേറിയിട്ട് പാട്ടിട്ട് ഉറങ്ങുന്നുണ്ട്. അവസാനം ഞങ്ങൾക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ മറ്റേ ഭക്തിമാർഗമായി
മറ്റേ ക്രിസ്ത്യൻ പാട്ട്, ആദ്യം ഹിന്ദു പാട്ട്, മുസ്ലിം പാട്ട്, ഇങ്ങനെയായിരുന്നു. അതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവും. ഞാൻ ട്രിപ്പിന്റെ വീഡിയോ ഞങ്ങൾ 4 പേരിരുന്ന് റിയാക്ട് ചെയ്യാൻ കഴിച്ചത്. അത് അത്രയും ഉണ്ട് അതിന്റെ ഉള്ളില്. വീഡിയോ ചെയ്യാൻ പാകത്തിനുള്ള കണ്ടന്റ് ഒക്കെ ഞാൻ ഈ പെൻഡ്രൈവിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് എന്റെ ഒട്ടുമിക്ക അല്ലെങ്കിൽ ഇവരായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെയൊക്കെയാണ് ആയത്. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ശരിക്കും നല്ല വിഷമമായി. കാരണം ഇവര് പോവാണല്ലോ, ഇനി നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇവരൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് പട്ടി മോങ്ങണ പോലെ ഞങ്ങൾ 4 എണ്ണം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതോ എക്സാം കമ്പ്യൂട്ടർ ലാബിന്റെ മോഡലോ അങ്ങനെ എന്തോ നടക്കാം. ആ സമയത്ത് പട്ടി മോങ്ങണ പോലെ അപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ 4 എണ്ണം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി. ഇനി എന്താ, ഇനി നമ്മളൊക്കെ പിരിഞ്ഞു പോവോ, അതോ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് നല്ലോണം കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞങ്ങള്. ഞാൻ വെറുതെ പറയല്ല, നല്ലോണം ഇരുന്ന് ആ കരഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പിക്ക് എടുത്തതെന്ന് മാത്രം. ഞാൻ എന്റെ എന്താ പറയാ, എന്റെ ജേർണൽ ബുക്കില് സായ എഴുതിയതും നിബ എഴുതിയതും ലാസ്റ്റ് ഡേ എഴുതിയത്, അനൻസിയ എഴുതിയത്, പിന്നെ നമ്മുടെ കുറെ ഫോട്ടോസ് അത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മുടെ സംഭവം. ഓ ഗോഡ്. ഇതില് എന്താ പറയാ, ഇത് നമ്മുടെ ഓണത്തിന് നമ്മുടെ 4 പേരും, അയ്യോ ഇതിൽ കാണുന്നില്ല, ഇതാണ് നമ്മുടെ ഈശോ. ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഗൈസ്. എന്താ ഇപ്പൊ പടക്കം പൊട്ടിക്കുന്നത് ഈ ആൾക്കാര്? നാട്ടുകാർക്കൊക്കെ വേറെ എന്തോ പ്രശ്നമുണ്ട് ഗൈസ്, ഇപ്പൊ ഒക്കെ പടക്കം പൊട്ടിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 4 പേരുള്ള ഓണത്തിന്റെ ഫോട്ടോ. ദെൻ ഇത് നമ്മുടെ ഫെയർവെല്ലിന്റെ ഫോട്ടോ ആണ്. ഈ മുകളിലത്തത്. ദെൻ ഇത് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഫോട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറുന്നു, ലോക്ക് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ ക്രിസ്മസിന്റെ ഫോട്ടോയാണ്. ഇതാണ് ഞങ്ങളുടെ അന്നത്തെ റീൽ ഷൂട്ടിന്റെ ബാക്കി. ഇത് ട്രിപ്പ് പോയപ്പോഴത്തെ, ഇത് ഞങ്ങൾ 4 പേരും കൂടി ഡാൻസ് കളിച്ചത്. ഇത് നമ്മള് പെരുന്നാളിന് പോയത്, ഇവിടുത്തെ പുത്തമ്പള്ളി പെരുന്നാളിന് പോയതാണ്. ഇതാണ് കരഞ്ഞു മൂങ്ങി കുത്തിയിരുന്ന് കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോ. ഈ ലാസ്റ്റ് ഫോട്ടോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലോണം കുത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ശരിക്കും എനിക്ക് പിന്നെ നമ്മള് ക്രിസ്മസിന് ഫോട്ടോ ബൂത്തി പോയപ്പോ എടുത്ത ഫോട്ടോയാണ് ഇത്. അയ്യോ കാണുന്നുണ്ടോ? ഇതാണ് ഫോട്ടോ ബൂത്തി പോയപ്പോ എടുത്തത്. പിന്നെ എടുത്ത ഫോട്ടോ, പിന്നെ ഉള്ള ഫോട്ടോസ് ഒക്കെ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇത് ഈ പോക്കറ്റിന്റെ ഉള്ളിലാണ്. അതിന് പുറത്തെടുക്കട്ടെ കുറെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ്. ഇത് നമ്മുടെ അവിടെ അധികം ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ, എല്ലാ വരാന്തയിലും ക്യാമറയുണ്ട്. അപ്പൊ മുകളിലത്തെ ഒരു സ്റ്റേഴ്സിന്റെ അവിടെ മാത്രം ക്യാമറ ഇല്ലാത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പോയി ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇത് കാണുന്നില്ലല്ലോ ഗൈസ്. ഇതാണ് ആ ഫോട്ടോ. ഇനി അടുത്ത കുറെ ഫോട്ടോസ്. ഇത് നമ്മുടെ ഓണത്തിന്റെ ഫോട്ടോയാണ്. ദെൻ നമ്മളിത് ഒല്ലൂര് പെരുന്നാളിന് പോയപ്പോഴത്തെ ഫോട്ടോയാണ് ഇത്. അതെന്താ ഫോക്കസ് ആവാത്തത് തേങ്ങ? ഇത് ഒല്ലൂര് പള്ളി പെരുന്നാളിന് പോയത്. ഇത് തൃശ്ശൂര് കലോത്സവം നടന്ന അന്നത്തെ ഫോട്ടോയാണ് ഇത്. ഇത് ട്രിപ്പിന് പോയപ്പോഴത്തെ ഞാനും നിവും. പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഫോട്ടോയാണ്. ദെൻ ഇത് നമ്മൾ ആദ്യമായിട്ട് ചായ കുടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വഭാവമാണ്, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. ലാസ്റ്റ് പീരീഡ് മിക്കവാറും ഞങ്ങൾക്ക് മാത്സ് ആയിരിക്കും. അപ്പോ മാത്സില് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ കുറെ എന്തോരോ വട്ടം ചായ കുടിക്കാൻ പോയിണ്ടെന്നറിയില്ല. ഇഷ്ടം പോലെ തവണ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങള്. അതില് എപ്പോഴും നിവ് ഹോസ്റ്റലിൽ നിൽക്കണോണ്ട് നിവിനെ ഹോസ്റ്റലിൽ ചാടിക്കിട്ട് പോയി. കാരണം ക്ലാസ് കഴിഞ്ഞ അപ്പൊ തന്നെ അവർക്ക് അവിടെ കയറണം. എന്നിട്ട് നിവ് ലീഡർ ആയതുകൊണ്ട് പണികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഹോസ്റ്റലിൽ ചാടിച്ചിട്ടുണ്ട്. ഒരു വട്ടം, 1-2 വട്ടം. പിന്നെയൊക്കെ വെള്ളി ശനിയില പോവാ. കാരണം വെള്ളിയാഴ്ച ഉള്ള ഇറങ്ങുമല്ലോ ഹോസ്റ്റലിൽ നിന്ന്, പിന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ ഇറങ്ങും. അങ്ങനെ വെള്ളിയാഴ്ചകളാണ് ഞങ്ങൾ കൂടുതലും പോരാ. അല്ലെങ്കിൽ ഇടയ്ക്ക് പോവേണ്ടി വരുമ്പോ നമ്മൾ ക്ലാസ്സിൽ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാടിച്ചിട്ട് ഓടിയിട്ടൊക്കെ കുറെ പോയിട്ടുണ്ട്. അയ്യോ ഇവളൊക്കെ എന്തോരം ഓടിക്കണേന്ന് അറിയോ, ഹോസ്റ്റലിലേക്ക് ഓടും. നമ്മുടെ അവിടെ ചായക്കടകളൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഇത് ഡാൻസിന്റെ ഫോട്ടോ ആണ്. ഇതാ ക്രിസ്മസിന്റെ ഫോട്ടോ. ഇത് പിന്നെ ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് അന്ന് ഈ പൂക്കളം കാണാൻ പോയപ്പോ സായ എന്തോ തമാശ പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞ് വേറെ എന്തോ തമാശ പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയ എക്സ്പ്രഷനാണ് ഇത്, ആ ഫോട്ടോ. പിന്നെ ഇതില് ഒന്നുമില്ല, കഴിഞ്ഞു. അപ്പോ ഇതൊക്കെയാണ് എന്റെ ഇവരായിട്ടുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞ സംഭവം. എനിക്ക് കുറെ ഘോരം
കാര്യങ്ങൾ പറയാനുണ്ട്. ഇവര് 4 എണ്ണം ഇരുന്നാലേ അത് വരുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ കുറെ ഇവരെ പറ്റി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ 4 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയം പോകണമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ലാസ്റ്റ് ഡേയും 12:30-ക്ക് നമ്മുടെ എക്സാം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നത്, അതായത് തേക്കിൻകാട് മൈതാനത്ത് ഞങ്ങള് എത്ര മണിക്കൂറാ, 3:30 വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. 3:30 വരെ. ആ 3:30 വരെ എന്താ ചെയ്തതെന്ന് സംഭവത്തിൽ എഴുതാൻ അത്രയും നേരം വേണ്ട. പക്ഷെ ഞങ്ങൾ കുറെ സംസാരിച്ചു വന്നു. ഞങ്ങൾക്ക് അങ്ങനെ കുറെ സംസാരിക്കാൻ കാരണം ക്ലാസ് ആണ്. ക്ലാസ്സിൽ കുറെ, അതായത് നമ്മുടെ കൂടെ വേറെ 2 ഗ്യാങ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അതായത് നമ്മള് വലിയൊരു ഗ്യാങ് ആണ്. അതിലത്തെ ഒരു ഗ്യാങ് നമ്മള്, ഒരു ഗ്യാങ് അവര്, പിന്നെ വേറൊരു ഗ്യാങ്, അങ്ങനെ 3 ഗ്യാങ് സ്പ്ലിറ്റ് ആയതാണ് ഞങ്ങളുടെ ഫുൾ ഗ്യാങ്. അപ്പോ അവരുടെ ഫോട്ടോസ് ഇതിൽ കാണും, ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ ആയിരുന്നു നമ്മുടെ ഫുൾ സപ്പോർട്ട് ആൾക്കാര്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അവരുടെ എല്ലാവരുടെയും കൂടെ ആയിട്ടുള്ള ഫോട്ടോസ് ആകെ അത് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് അവർ ഹോൾ ഗാങ്. വേർ ഇറ്റ് ഈസ്, ഇതാണ് നമ്മുടെ ഹോൾ ഗാങ്. ഇത് സൂം ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫുൾ ഗാങ്. ഇത്രയും പേരുണ്ട്. ഇതിൽ നമ്മൾ 4 പേര്, പിന്നെ വാരയുടെ ഒരു ടീം, ഗോപിയുടെ ഒരു ടീം, അങ്ങനെയാണ് ഉള്ളത്. ഇതിലത്തെ നല്ല ഫോട്ടോ കാണാനില്ല ഗൈസ്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അതെയാ, ഇതാ സൂം ചെയ്താ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണു. ഇതാണ് ഞങ്ങളുടെ ഹോൾ ഗാങ്. ഇതെന്താ എന്നെ ഫോക്കസ് ആവണേ ഷോ. ഇത്രയും പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു എന്റെ +2 ലൈഫില് എന്നെ അടിച്ചു പൊളിച്ച്, എന്താ പറയാ, എന്റെ +2 ജേർണി അടിപൊളിയാക്കി തന്നത് ഇവരൊക്കെയാണ്. സംഭവം വേറെ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സില്. ഞാൻ അത്യാവശ്യം എല്ലാവരുടെ അടുത്തും നല്ല കമ്പനിയാണ്. എല്ലാവരുടെ അടുത്തും കുറെ ഇരുന്ന് വർത്താനം പറയുന്ന ആളാണ്. ബട്ട് ഇവരുടെ കൂടെ ആയിരുന്നപ്പോ എനിക്ക് പിന്നെ അങ്ങനെ വേറെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ. കാരണം ഞങ്ങളെപ്പോ പോകുന്നോ, പിന്നെ നിലത്ത് വീണാണ്, നമ്മളെപ്പോ പോകുന്നോ അപ്പൊ ഫുള്ള് എൻജോയ്മെന്റ്, കഥ പറച്ചില്. നിവിന്റെ പിന്നെ പാലക്കാട് സ്ലാങ്ങില് നിവ് കുറെ വർത്താനം പറയും. പാലക്കാട്, മലപ്പുറം ആ സ്ലാങ്ങില് വർത്താനം പറയണോണ്ട് പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് കണ്ടന്റുകളാണ്. പറഞ്ഞു തുടങ്ങിയ പിന്നെ ഫുള്ള് അങ്ങോട്ട് ഊക്കല് ഇങ്ങോട്ട് വാങ്ങല്, ഫുള്ള് അട്ടർ, എന്താ പറയാ, ചളി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. പിന്നെ ഫുഡ് കഴിക്കുമ്പോ ആയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ ഞങ്ങളുടെ അക്കൗണ്ടില് കുറെ കാര്യങ്ങൾ ഇങ്ങനെ, അതിൽ പിന്നെ ബോധമില്ലായ്മ തരം ഇടും. അതാണ് പിന്നെ പ്രശ്നം. കുറെ കാര്യങ്ങള് ട്രിപ്പിന് 2 ദിവസം ഞങ്ങൾ പോയതന്നെ അറിഞ്ഞില്ല. എത്ര വേഗം സംഭവം ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ട്രിപ്പ്. സംഭവം ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി ചത്തു ഇരിക്കുകയായിരുന്നു. ബട്ട് ഞങ്ങൾ എക്സാക്ട്ലി ആ ട്രിപ്പ് എൻജോയ് ചെയ്ത് ആ 3000 രൂപ നമ്മൾ അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ആ ട്രിപ്പ് ഇനിയും പോയാൽ കൊള്ളാം. ഇവരെന്നെ മതി, വേറെ ആരും വേണ്ട, നമ്മൾ തന്നെ മതി. അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങൾക്ക് പേഴ്സണലി. ബാക്കിയുള്ളവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ബട്ട് ഞങ്ങൾക്ക് ആ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ കൂടെയുള്ള പിന്നെ സായയുടെ, ഞാൻ കോട്ടയത്ത് ഇതുപോലെ ഞങ്ങൾക്ക് KCSL മത്സരം ഉണ്ടായിരുന്നു. അന്നും സായയുടെ കൂടെ പോയിട്ടുണ്ട്. സായയുടെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോലുണ്ട്. പിന്നെ ഈ പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയത്ത് സായും ഞാനും അനൻസിയുടെ വീട്ടില് ലാപ്പില് ഉബണ്ടും ഉണ്ട്. അങ്ങനെ ഞങ്ങള് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ഈ 2 വർഷം മൊത്തം അവരുടെ കൂടെ ആയിരുന്നു, അങ്ങനെ വേണം പറയാൻ. സംഭവം ഞങ്ങൾക്ക് ലാസ്റ്റ് ഒക്കെ ആയപ്പോ നല്ല വിഷമായി. ഞാൻ പറഞ്ഞില്ലേ, കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒക്കെ ആയപ്പോ പോവാൻ നിന്നപ്പോ എനിക്ക് തലേദിവസം, അതായത് ലാസ്റ്റ് ഡേ ഇംഗ്ലീഷ് എക്സാമിന്റെ തലേദിവസം എനിക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് നാളെ തീരാണല്ലോ, എന്താ ഇനി ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞു തീർത്തുണ്ട്. ഞാൻ ഇംഗ്ലീഷ് എക്സാമിന്റെ അന്ന് വൈകുന്നേരം കുറെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്തിനാ കരഞ്ഞെന്ന് എനിക്കറിയില്ല. ബട്ട് ഇവരൊക്കെ വിട്ടു പോണല്ലോ. കുറെ ആൾക്കാരുടെ മുഖം, ലൈക്ക് ക്ലാസ്സിലത്തെയും സ്കൂളിലത്തെ കുറെ പേരുടെ ഫേസസ്, അങ്ങനെ കുറെ. പിന്നെ നമ്മുടെ മെയിൻ പ്രിൻസിപ്പൾ ആയിരുന്നു സിസ്റ്റർ മേരിസീന. ആള് ഒരു അടിപൊളി സംഭവം തന്നെയാണ്, എന്താ പറയണ്ടേന്ന് അറിയില്ല ആളെ. സംഭവം +1 ആള് നമ്മുടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ +2 ഞങ്ങക്ക് പുതിയ HM പ്രിൻസിപ്പൾ വന്നു. എന്നിട്ട് പിന്നെ ആൾക്ക് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് പിന്നെയും സിസ്റ്റർ മേരിസീന തന്നെ വന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഫയർ ആയിരുന്നു. സ്കൂളൊക്കെ നിന്ന് കത്തിച്ച ആളാണ് സിസ്റ്റർ മേരിസീന. ആൾക്ക് ഒരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് ഉണ്ട്. സംഭവം പക്ക ഒരു അടിപൊളി സിസ്റ്ററാണ്.
ദേഷ്യപ്പെടേണ്ടടുത്ത് നല്ലോണം ദേഷ്യപ്പെടും, അഡ്വൈസ് തരേണ്ടടുത്ത് നല്ലോണം അഡ്വൈസ് തരും. ചിരിച്ച് കളിച്ച് നിൽക്കേണ്ട സമയം വെച്ചാൽ അടിച്ചു പൊളിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ആളെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാ ഫേസും ആളെ കണ്ടിട്ടുണ്ട്. എന്താ പറയാ, ഒരു അടിപൊളി സിസ്റ്റർ ആയിരുന്നു ആള്. നമ്മൾ കുറെ നാൾ കഴിഞ്ഞ് ചിന്തിക്കുമ്പോ ഇതൊക്കെ സംഭവം തമാശയായിട്ട് തോന്നും. ആ സമയത്ത് കുറെ ടെൻസ്ഡായി വിചാരിച്ച കാര്യങ്ങളൊക്കെ വെറും തമാശയായിട്ട് തോന്നും. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തും അടിപൊളി ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോയാ ലൈഫ് അടിപൊളിയായിരിക്കും. അതിപ്പോന്നല്ല, എപ്പോഴാണെങ്കിലും. ചിലപ്പോ നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ചില പേഴ്സൺസ് കടന്നു വരിക, അല്ലെങ്കിൽ ഒരാൾ പുതിയ ആള് സംസാരിക്കാൻ വരിക. അപ്പോ സംസാരിക്കുക അവരുടെ അടുത്ത്, ആരും മാറ്റി നിർത്താണ്ടിരിക്കുക. എല്ലാരും പല പല സിറ്റുവേഷൻസിൽ നിന്ന് വരുന്നവരാണ്. എല്ലാരും വേറെ വേറെ തന്നെ എന്താ പറയാ, ലോകങ്ങളിൽ നിന്ന്, യൂണിവേഴ്സിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഇവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് ഇന്നല്ല, നാളെ എവിടെ ചെന്നാലും നമ്മളിതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോ ഇതൊക്കെ ചേർത്ത് നമുക്ക് പിന്നെ നാലെണ്ണത്തിനും ബോധമില്ല, അത് വേറെ കേസ്. വിവരമില്ലാത്ത നാലെണ്ണം ചേർന്ന് എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അത് ഇനി നിങ്ങൾക്ക് ആ ട്രിപ്പിന്റെ വീഡിയോ ഞാൻ വരുന്നുണ്ട് ഓൺ ദ വേ. അത് നിവ് ഇനി ഹോസ്റ്റലിൽ നിന്ന് മിക്കവാറും ഓണത്തിന്റെ വെക്കേഷനിൽ വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം എക്സാക്ട്ലി. നിങ്ങള് ബോധമില്ലാത്ത ഞങ്ങളെ അപ്പൊ കാണും. ഞാൻ വീഡിയോ ചെയ്തിടാം. ചിലപ്പോ ഇനി വീഡിയോ ഓൺ ചെയ്യുമ്പോ അവര് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് വർത്താനം പറയാമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നമ്മൾ 4 പേര് ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല വട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ പറ്റിയ വട്ടത്തരത്തിന് പറ്റിയ ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ +1 +2 ലൈഫില് നിങ്ങൾ അനുഭവിച്ച, അല്ലെങ്കിൽ എനിക്കും കുറെ വേഴ്സ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, ഹാപ്പി മൊമെന്റ്സ് മാത്രല്ല അല്ലായിരുന്നു എനിക്ക് +2. ഒരു സമയത്ത് ഫുള്ള് കട്ടായി നടന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ തന്നെ ഒരു ഇത്. അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ കുറെ ആലോചിച്ച് കോളൊക്കെ ചെയ്ത് ഒരു ദിവസം ഫുൾ ടൈം ഇരുന്ന് വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് റെഡിയാക്കിയതൊക്കെ ഉണ്ട്. കുറെ വേഴ്സ് സിറ്റുവേഷനെ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് ഇനി ലാസ്റ്റ് നമ്മളെപ്പോ പിടിക്കുമ്പോഴും നമ്മളെ ഗ്യാങ്ങോടെയാണ് പിടിക്കുക. അപ്പൊ സിസ്റ്റേഴ്സിനായാലും എവിടെ ഗ്യാങ് ഇത് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ചോദിക്കും, ഓ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പിന്നെ നമ്മൾ 3 പേര് അല്ലെങ്കിൽ 4 പേരായിട്ട് മുടക്കെടുക്കാം. അപ്പൊ പറയും, എന്റെ ഗ്യാങ് വന്നില്ലത്, ഗ്യാങ്ങിലൊക്കെ ഉണ്ട് എവിടെ, നേതാവ് എവിടെ, ഇങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ വരും. പിന്നെ ഞാൻ ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് ഇംപ്രൂവ്മെന്റിന് കൊടുക്കാൻ പോയപ്പോഴും സിസ്റ്റർ മെഡിസിനെ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കണം. അപ്പൊ അത് ചോദിച്ചു, എങ്ങനെ ഇനിയിപ്പോ ഗ്യാങ്ങോടെയാണോ, ഇനി ഒരുമിച്ചാണോ പഠിക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞല്ല, എല്ലാവർക്കും വേറെ വേറെ വഴികളല്ലേ. അപ്പൊ എല്ലാവരും ഇനി വേറെ വേറെ വഴികളിലേക്കാണ്. ബിടെക് തന്നെയാണ് ഞങ്ങൾ 3 പേര്. ഒരാള് മിക്കവാറും അവള് ഫിസിക്സ് എടുത്ത് പോകാൻ നിബ്. അപ്പോ അങ്ങനെ പോവും. അപ്പൊ എല്ലാവർക്കും ഇനി എല്ലാവരുടേതായിട്ടുള്ള വഴികൾ പുതിയതാണ്. അത് കഴിഞ്ഞ് ഇനി കുറെ കാലം കഴിയുമ്പോ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ കേൾക്കാൻ ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ +2 ലൈഫില്. +2 ലൈഫിലത്തെ ഫുള്ളൊന്നും പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച്, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള മൊമെന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഐ ആം സോ ഹാപ്പി. ഈ 2 ഇയേഴ്സ് എന്നെ എന്താ പറയാ, കുറെ എക്സൈറ്റ്മെന്റ് തന്നതും, കുറെ വാവ് അടിച്ചു നിന്ന സംഭവങ്ങളും, കുറെ സങ്കടപ്പെട്ടതും, കുറെ ഹാപ്പി ആയതും, കുറെ നല്ല കൂട്ടുകാരെ കിട്ടിയ ഒക്കെ 2 വർഷമാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ കുറച്ച് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് അറിയാം. ബട്ട് സോ സോറി, എഡിറ്റ് ചെയ്യാനും ഇതിന്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ്. അപ്പോ ഇതാണ് എന്റെ എൻറ്റയർ ലൈഫ് ഓഫ് മൈ +2 ജേർണിയിൽ അവർക്കുള്ള പങ്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എത്രേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റ.